കാളിദാസൻ ദേവസ്വം വയനാട്ടിൽ നിന്ന് ചേരുകയാണ്. കാളിദാസൻ, ഗുഡ് മോർണിംഗ്. പറയൂ കാളിദാസൻ, വയനാട്ടിൽ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? മഴ തകർക്കുകയാണോ? വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. വയനാടിനെ സംബന്ധിച്ച് അതിതീവ്ര മുന്നറിയിപ്പാണ്. ശക്തമായ അതിതീവ്രമായ മഴ ഉണ്ടാകുമെന്നുള്ളതാണ്. പക്ഷേ അല്പസമയം ഒരു ചാറ്റൽ മഴ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും ശക്തമായ ഒരു മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ള ഇതും കൂടിയാണ്. നമുക്ക് ഈ ഒരു കാലാവസ്ഥ നോക്കിയാൽ മേഘാവൃതമായ ഒരു കാലാവസ്ഥയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പനമരം ഭാഗത്താണ്. പനമരം പുഴയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് അവിടെ ഉന്നതിയാണ്. കൃത്യമായി പറഞ്ഞാൽ നല്ല ഒഴുക്കുണ്ട് ഈ പുഴയിൽ. പനമരം പുഴ നേരെ ചെന്ന് കബനിയിലേക്ക് ചെന്ന് ചേരുന്നതാണ്. അപ്പോൾ ഈ പനമരം പുഴയിൽ, ഈ പനമരപ്പുഴയുടെ കൃത്യമായി പറഞ്ഞാൽ ഈ ഒരു ഭാഗം നിരട്ടാടി ഭാഗമാണിത്. ഈ നിരട്ടാടി ഇതിൻ്റെ അക്കരെ നോക്കിയാൽ ഉന്നതിയുണ്ട്, അക്കരെ കുറേ ഉന്നതിക്കാരുണ്ട്. അവർക്ക് കടക്കാൻ പോലും പാലമില്ലാത്തൊരു സാഹചര്യമുണ്ട്. നമ്മൾ നേരത്തെ ഇതിനെ സംബന്ധിച്ചൊരു സ്റ്റോറിയൊക്കെ ചെയ്തിരുന്നതാണ്. ഉള്ളത് പറയാമല്ലോ എസ് കെ എൻ, അധികൃതർ ഇനിയും തിരിഞ്ഞു നോക്കിയിട്ടില്ല. വർഷങ്ങളായി അവരുടെ ദുരിതം അധികൃതരെ അറിയിക്കുന്നതാണ്. പക്ഷേ ഇനിയും അധികൃതർ ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ജനപ്രതിനിധികളും ഒക്കെ തിരിഞ്ഞു നോക്കാത്ത ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ നേരത്തെ തന്നെ ജലനിരപ്പ് ഇതിൽ കൂടെ തന്നെ അവർ നടന്നിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അത് ആ ജലനിരപ്പിന്റെ ആ ഒരു ഇതൊന്ന് കാണിച്ചു തരാൻ കൂടി വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് നിൽക്കുന്നത്. ഇപ്പോൾ ഈ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഒരു മുട്ടോളം ഉണ്ട് വെള്ളം. സാധാരണ ഈ ഒരു വഴി കൂടെ ഇവിടെ ഒരു ബണ്ട് പോലെ കെട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ അപ്പുറത്തും ഭാഗത്തേക്ക് ഒഴുക്ക് കാണാം. ജലനിരപ്പ് ഉയർന്ന ഒരു സാഹചര്യത്തിൽ മുട്ടോളം വെള്ളം എത്തിയത് കൊണ്ട് തന്നെ ഈ അക്കരെ കടക്കാനായി കുറച്ചധികം കഷ്ടപ്പാടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു നാട്ടുകാർ തന്നെ പറയുന്നത്. ഇവിടെ പ്രദേശവാസികളും ഒക്കെ തന്നെ ഉണ്ട്. അപ്പുറത്തൊക്കെ ഇനിയിപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ ഇനി ഈ ഒരു പനമരം പുഴ കടക്കാൻ പറ്റും. മാത്രമല്ല തൊട്ടടുത്തൊരു പാലം എന്നുള്ളത് പനമരം ടൗൺ എത്തണം. ആ പനമരം ടൗണിലേക്ക് എത്തണമെങ്കിൽ കൂടി ഒരു 6 കിലോമീറ്റർ പോകണം. അപ്പോൾ ഇനിയും ഇവിടെ ഒരു പാലം വന്നിട്ടില്ല എന്നുള്ളതാണ്. കുട്ടികളടക്കമുള്ളവർ ഇതുവഴി നടന്നിട്ടാണ്, അതായത് ആദ്യം ഉപ്പൂറ്റി വരെ വെള്ളമുണ്ടെങ്കിൽ ഇപ്പോൾ അത് ജലനിരപ്പ് കൂടി അത്രത്തോളം അതെ. ഇപ്പോൾ ഒരു ചേട്ടൻ ഈ പ്രദേശവാസി തന്നെയാണ്. ചേട്ടാ, എന്താണ് ഇവിടെ കാലങ്ങളായിട്ട് പാലമില്ലാത്തൊരു വർഷമുണ്ട്? കാലങ്ങളായിട്ട് ഇവിടെ പാലങ്ങളില്ല. ഇപ്പൊ ഈ മഴയും കൂടെ വലിയ മഴ ഭയങ്കര ശക്തമായതുകൊണ്ട് ഇവിടെ കുറെ പിള്ളേർക്ക് പഠിക്കാൻ പോകുന്നുണ്ട്, കുറെ ഉന്നതികളുണ്ട്, കുറെ വീട്ടുകാരുണ്ട് ഇവിടെ താമസിക്കുന്നത്. അവർക്കൊന്നും ഇക്കരെ കയറാനുള്ള ഒരു ഇതുമില്ല. ഒരു ജലനിരപ്പ് കൂടി ഇനിയിപ്പോ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ക്രോസ് ചെയ്യും ഈ ഇനിയിപ്പോ ചങ്ങാട് അല്ലാണ്ട് ഒരു രക്ഷയില്ല. അല്ലെങ്കിൽ അവർ വേറെ വഴി നോക്കേണ്ടി വരും. ഇനിയിപ്പോ വരും ദിവസങ്ങളിൽ വലിയ മഴയാണെങ്കിൽ കുട്ടികളൊക്കെ എങ്ങനെ സ്കൂളിൽ പോകും? കുട്ടികൾക്ക് സ്കൂളിൽ പോകണ്ടാവൂല. ഒരു 5-10 വീടുകാരുണ്ട് ഇവിടെ. അവർക്ക് താമസിക്കാൻ ഇക്കരയ്ക്ക് കയറാൻ പറ്റുന്നില്ല. അവർ തൂക്കുപാലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തൂക്കുപാലമാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഈ പാലം എന്നുള്ള ആവശ്യം കാലങ്ങളായല്ലേ? അധികൃതർ ഇനിയും ജനപ്രതിനിധികളോടും പറഞ്ഞു, എല്ലാവരോടും പറഞ്ഞു. പക്ഷെ ആർക്കും ഒരു ഇതിട്ടില്ല. ഓരോ മഴക്കാലം വരുമ്പോഴും ഇങ്ങനത്തെ ഈ ആവശ്യം ഉന്നയിക്കാൻ തുടങ്ങിയ കാലങ്ങളായി. എന്തായാലും വീണ്ടും ആ ആവശ്യം ഉന്നയിക്കുന്നു. ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ ആശങ്കയിൽ തന്നെയാണ് വയനാട്ടിൽ. വരും മണിക്കൂറുകളിൽ മഴ ശക്തമാകും എന്നുള്ള ഇതും കൂടിയാണ് ലഭിക്കുന്നത്. എസ് കെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.